പ്രോഗ്രാം ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഓഫ് എൻ അറേ. അതായത് നമ്മുടെ കയ്യിൽ ഒരു അറേ ഉണ്ട്, എ ഓഫ് എൻ. എ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എ ആണ് അറേ, എൻ എലമെന്റ്സ്, എൻ സൈസുള്ള ഒരു അറേ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ലാർജസ്റ്റ് വാല്യൂ, സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ. സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റിനേക്കാളും തൊട്ട് ചെറിയ വാല്യൂ. ഈ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത്. അപ്പൊ ഇൻപുട്ട് ആയിട്ട് ഒരു അറയാണ് കൊടുക്കേണ്ടത്, ഔട്ട്പുട്ട് ആയിട്ട് അതിലെ ലാർജസ്റ്റ് വാല്യൂ സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ ആണ് വരേണ്ടത്. അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ഇന്റീജർ അറയാണ് എടുക്കുന്നത്. അപ്പൊ ലാർജസ്റ്റ് നമ്പറും സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറും ഔട്ട്പുട്ട് ആയിട്ട് വരണം. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ എന്താന്ന് വെച്ചാൽ, അതായത് സൈസ് ഓഫ് ദി അറേ റീഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൽ എൻ എലമെന്റ്സിന് റീഡ് ചെയ്യാം. ഇനി നമ്മൾ ലാർജസ്റ്റ് എലമെന്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമുക്ക് നമ്മുടെ കയ്യിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ലാർജസ്റ്റ് നമ്പറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന്. ഇതിപ്പോ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിലെ ലാർജസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെയാണെങ്കിൽ എ ഇസ് ലാർജസ്റ്റ്, എൽസ് ബി ഇസ് ലാർജസ്റ്റ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കിവിടെ രണ്ട് നമ്പേഴ്സിനെ എല്ലാം കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ എൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എൻ നമ്പേഴ്സിനകത്തുനിന്ന് ലാർജസ്റ്റ് നമ്പറിനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ലാർജസ്റ്റിനെയോ സ്മോളസ്റ്റിനെയോ ഒക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എൻ നമ്പേഴ്സിനകത്ത് ലാർജസ്റ്റിനെ കണ്ടുപിടിക്കാൻ എങ്ങനെയാ നോക്കാം. അപ്പൊ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പ്രോഗ്രാം എഴുതുക എങ്ങനെയാണെന്ന് ആലോചിക്കേണ്ട. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 10 നമ്പേഴ്സ് ഉണ്ട്. ഈ 10 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ലാർജസ്റ്റ് നമ്പറിനെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇത്രയും നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ലാർജസ്റ്റ് നമ്പറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 91 ആണ് ലാർജസ്റ്റ് എന്ന്. പക്ഷെ ഞാൻ എഴുതുന്ന സമയത്ത് നിങ്ങളങ്ങ് നോക്കിയിട്ടുണ്ടാവും 10ഉം 11ഉം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 11 ആണ് ലാർജസ്റ്റ് എന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു 9 എഴുതി, അപ്പൊ അതല്ല ലാർജസ്റ്റ് നമ്പർ. അപ്പൊ ഇനി ഞാൻ ഒരു നമ്പറും കൂടെ എഴുതുകയാണ്. അപ്പൊ ഇത്രയുള്ള നമ്പറിനകത്ത് 91 ആണ് ലാർജസ്റ്റ്. ഇനിയിപ്പോ ഞാൻ അടുത്ത നമ്പർ എഴുതുകയാണ് 26, അടുത്ത നമ്പർ എഴുതുകയാണ് 92, ഇനി ഒരു നമ്പർ എഴുതാണ് 100, നെക്സ്റ്റ് നമ്പർ 52, 64. ഇങ്ങനെ ഞാനിങ്ങനെ നമ്പേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്. ഞാൻ ഓരോ നമ്പർ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ലാർജസ്റ്റ് ആണോ എന്ന്. അപ്പൊ നിങ്ങൾ ഓരോ നമ്പർ എഴുതുന്ന സമയത്ത് നിങ്ങൾ നോക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ലാർജസ്റ്റ് എന്ന്. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ഒരു കമ്പാരിസൺ അവിടെ എങ്ങനെ നടക്കുന്നുണ്ട് ഓരോ നമ്പർ എഴുതുന്ന സമയത്തും. അതായത് 10 എഴുതിയ സമയത്ത് നമുക്ക് 10 ഒരു നമ്പർ മാത്രമേ അറിയുള്ളൂ. അത് കഴിഞ്ഞ് 11 എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായി 10നേക്കാളും വലുതാണ് 11, അതുകൊണ്ട് 11 ആണ് ലാർജസ്റ്റ്. അപ്പൊ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുന്ന നമ്പർ 11 ആണ്. അത് കഴിഞ്ഞ് 9 എഴുതുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. 15 എഴുതുന്ന സമയത്ത് ഇതുവരെ എഴുതിയതിൽ വലുത് 15 ആണ്. അത് കഴിഞ്ഞ് 20 എഴുതിയപ്പോൾ അതിലും വലിയൊരു നമ്പർ വന്നു. അപ്പൊ 20 ആണ് വലുത് നിങ്ങളുടെ മനസ്സിൽ വന്നു. ദെൻ 30 വന്നു, 90 വന്നു, 91 വന്നപ്പോൾ നമുക്ക് 91 ആണ് വലുതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്പർ വരുന്ന സമയത്തും അത് ചെറിയ നമ്പറാന്ന് മനസ്സിലാവണം. അടുത്ത വരുന്ന സമയത്ത് ഇതാണ് വലിയ നമ്പർ എന്ന് മനസ്സിലാവണം. അങ്ങനെ ഞാനിങ്ങനെ നമ്പേഴ്സ് എഴുതിക്കൊണ്ടേ ഇരിക്കുകയെന്ന് ഇരിക്കുക. നിങ്ങൾക്ക് ആ നമ്പേഴ്സ് എവിടെ എഴുതിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. പക്ഷെ നമ്പേഴ്സ് എല്ലാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് അതിലെ വലിയ നമ്പർ എന്ന്. അപ്പൊ അത് മനസ്സിലാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഓരോ നമ്പറും ഇങ്ങനെ എഴുതുന്ന സമയത്ത് അതാണോ വലുത് നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വലിയ നമ്പർ കിട്ടുന്നത്. ഇതേ സംഭവം തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൽ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലിപ്പോ 100 നമ്പേഴ്സ് ഉണ്ട്. 100 നമ്പേഴ്സിനകത്തുനിന്ന് ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ നമ്പർ എടുക്കുമ്പോഴും നമ്മൾ അതാണ് ലാർജസ്റ്റ് എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്പർ എടുക്കുന്ന സമയത്ത് അതാ ലാർജസ്റ്റ് എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്പർ എടുക്കുമ്പോൾ അത് നമ്മളിപ്പോ വിചാരിച്ച നമ്പറിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ അതാണ് ലാർജസ്റ്റ് എന്ന് വിചാരിക്കുന്നു. ഇനി തേർഡ് നമ്പർ എടുക്കുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ലാർജസ്റ്റ് ഏതാ നമ്മുടെ മനസ്സിലുണ്ട്, അതിനേക്കാളും വലുതാ തേർഡ് എന്നുണ്ടെങ്കിൽ അപ്പം മുതൽ നമ്മൾ അതാ വലുതെന്ന് വിചാരിക്കുന്നു. ദെൻ ഫോർത്ത് നമ്പർ എടുക്കുമ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിൽ ലാർജസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്, അതും ഫോർത്ത് നമ്പറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ലാർജസ്റ്റ് ഏതാന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഇതേ ലോജിക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ ഞാൻ ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുക്കുകയാണ്. ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് ഈ ലിസ്റ്റ് നമ്മളിങ്ങനെ ആദ്യം മുതൽ 1 by 1 ആയിട്ട് നോക്കി പോകുമ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം തന്നെ ഒറ്റ നമ്പറേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ലാർജസ്റ്റ് എന്ന് വിചാരിച്ചു. അപ്പൊ ലാർജസ്റ്റ് ഈക്വൽ ടു 10 എന്ന് വെച്ചു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 11 കിട്ടും. 11 കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? 11 10നേക്കാളും വലുതാണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിൽ ചെയ്തത്? 11 ഗ്രേറ്റർ ദാൻ ഇപ്പോഴത്തെ ലാർജസ്റ്റ് ആണോ എന്ന്. ആണെങ്കിൽ ലാർജസ്റ്റ് ഈക്വൽ ടു 11 ആക്കി. ഇപ്പൊ നമ്മുടെ ലാർജസ്റ്റിൽ ഇരിക്കുന്നത് 11 ആണ്. ഇനി നമ്മൾ അടുത്ത നമ്പർ എടുത്തു. അടുത്ത നമ്പർ 9 ആണ്. 9 ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണോ? അല്ല. അപ്പൊ നമ്മളത് വിട്ടു. അടുത്ത നമ്പർ എടുക്കുകയാണ് 15. 15 ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണോ? ലാർജസ്റ്റ് 11 ആണ്. 15 ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആയതുകൊണ്ട് ലാർജസ്റ്റ് ഈക്വൽ ടു 15 ആക്കി. ഇങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലാർജസ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ എ ഓഫ് 0. അത് കഴിഞ്ഞിട്ട് എ ഓഫ് 1 മുതൽ എ ഓഫ് n-1 n നമ്പേഴ്സ് ആണെങ്കിൽ n-1ലായിരിക്കും ലാസ്റ്റ് നമ്പർ ഇരിക്കുക. എ ഓഫ് 1 മുതൽ എ ഓഫ് n-1 വരെ ഓരോ നമ്പറും നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൂപ്പ് എഴുതുക. ഫോർ i ഈക്വൽ ടു 1, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. ഈ ലൂപ്പിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഇഫ് എ ഓഫ് i ഗ്രേറ്റർ ദാൻ നമ്മളിപ്പോ വിചാരിച്ച ലാർജസ്റ്റ് ആണെങ്കിൽ ലാർജസ്റ്റ് ഈക്വൽ ടു ഇപ്പൊ നമ്മളെടുത്ത എ ഓഫ് i ആണ്. ഇത് ഗ്രേറ്റർ അല്ല, അത് ഈക്വലോ ലെസ്സോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമ്മൾ ഓരോ നമ്പർ എടുക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ലാർജസ്റ്റിനേക്കാളും വലുതാണെങ്കിൽ ഈ മൊമെന്റ് മുതൽ അതാണ് ലാർജസ്റ്റ്. അടുത്ത നമ്പർ എടുക്കണു, ഇപ്പൊ കയ്യിലിരിക്കുന്ന ലാർജസ്റ്റിനേക്കാളും വലുതാണ് നോക്കിയാണെങ്കിൽ അതാണ് ലാർജസ്റ്റ്. ഇങ്ങനെ നമ്മളിങ്ങനെ n-1 വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഈ ലൂപ്പിന് പുറത്ത് വരുന്ന സമയത്ത് ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ ഉണ്ടാവും. ഇതാണ് ലാർജസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ലോജിക്. ഇനി നമ്മളിപ്പോ ചെയ്യാൻ പോണ ക്വസ്റ്റ്യനിൽ ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഒരൊറ്റ വേരിയബിൾ പോലെ 2 വേരിയബിൾസ് വേണം. ലാർജസ്റ്റ്, സെക്കൻഡ് ലാർജസ്റ്റ്, അങ്ങനെ 2 വേരിയബിൾസ് ഞാൻ എടുക്കുകയാണ്. ഇതിനെ എന്ത് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും? ഇവിടെ നമ്മൾ ലാർജസ്റ്റിനെ എ ഓഫ് 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരുന്നു. അതായത് ഈ ലൂപ്പിനകത്തേക്ക് കയറുന്നതിന്റെ മുന്നേ ലാർജസ്റ്റ് നമ്പർ എ ഓഫ് 0 ആണെന്ന് അസ്യൂം ചെയ്തിരുന്നു. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാർജസ്റ്റിനും സെക്കൻഡ് ലാർജസ്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാം ഈ അറയിലെ 2 എലമെന്റ്സ് വെച്ചിട്ട് തന്നെ. പക്ഷെ ആ സമയത്ത് നമുക്ക് ഒരു പ്രശ്നം വരും. ഏത് 2 എലമെന്റ്സ് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും? ഫസ്റ്റ് 2 എലമെന്റ്സ് വെച്ചിട്ട് ഇനീഷ്യലൈസ് വെറുതെ അങ്ങോട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഈ 2 എലമെന്റ്സിന് വെച്ചിട്ട് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വലുത് ഏതാന്ന് വെച്ചാൽ അതിനെ ലാർജസ്റ്റിലും അതിലെ ചെറുതിനെ സെക്കൻഡ് ലാർജസ്റ്റിലും വെക്കണം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അതായത് ഇത് ലാർജസ്റ്റും ഇത് സെക്കൻഡ് ലാർജസ്റ്റും അങ്ങനെ അസ്യൂം ചെയ്തിട്ട് ചെയ്തു തുടങ്ങാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ 2 എലമെന്റ്സും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഈക്വൽ ആണെങ്കിൽ എന്തിനെ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും? വേണമെങ്കിൽ രണ്ടിനെയും ഒരേ വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. സപ്പോസ് ആദ്യത്തെ 2 എലമെന്റ്സും ഈക്വലും ആണ്, അത് രണ്ടുമാണ് ഈ അറയിലെ ലാർജസ്റ്റ് എലമെന്റ്സ് എന്ന് വിചാരിക്കാം. സപ്പോസ് ഈ 2 എലമെന്റ്സും 200 ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും 200 ആക്കി. ഇനി നമ്മൾ വേറെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും വലുതോ ആയിട്ടുള്ള ഒരു വാല്യൂസും കിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിനേക്കാളും വലുത് കിട്ടുന്ന സമയത്തല്ലേ ലാർജസ്റ്റിനെ സെക്കൻഡ് ലാർജസ്റ്റിനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പോണ്. അപ്പൊ അതിനേക്കാളും വലുതൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവസാനം എത്തുന്ന സമയത്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും 200 എന്നായിരിക്കും. അപ്പൊ ആ ആൻസർ തെറ്റായിരിക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി, ഒരുപാട് കമ്പാരിസൺ ഒന്നും ചെയ്യാതെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ അറയിൽ വരാൻ സാധ്യതയില്ലാത്ത അത്രയും ചെറിയൊരു വാല്യൂ വെച്ചിട്ട് ലാർജസ്റ്റിനെ സെക്കൻഡ് ലാർജസ്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഏത് നമ്പറുമായിട്ട് കമ്പയർ ചെയ്താലും ഈ ലാർജസ്റ്റിനെക്കാളും സെക്കൻഡ് ലാർജസ്റ്റിനെക്കാളും വലുതായിരിക്കും. അങ്ങനെയുള്ള ഒരു വാല്യൂവിനെ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഇത് സപ്പോസ് നമ്മൾ അറയുടെ അകത്ത് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലാർജസ്റ്റ് ഈക്വൽ ടു -1, സെക്കൻഡ് ലാർജസ്റ്റ് ഈക്വൽ ടു -1 എന്ന് അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നടക്കില്ല. ഇതിനേക്കാളും ചെറുതും വലുതൊക്കെ ആയിട്ട് പല നമ്പേഴ്സും വരുമ്പോൾ നമ്മൾ അങ്ങനെ അസൈൻ ചെയ്താൽ ശരിയാവില്ല. അപ്പോ നമുക്കറിയാം നമ്മുടെ അറയുടെ പേർപ്പസ് എന്താണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാം എഴുതുന്ന ആൾക്ക് അറിയുണ്ടാവും ഏകദേശം എങ്ങനെയുള്ള വാല്യൂസ് വരാൻ വേണ്ടിയിട്ടാണ് ഈ അറേ നമ്മൾ എഴുതുന്നതെന്ന്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് വലിയൊരു നെഗറ്റീവ് നമ്പർ, അതായത് ഒരു -20,000 അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റിജറിന്റെ ലിമിറ്റ് അറിയാലോ. ഇപ്പൊ 2 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ -32768 ആണ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ വെച്ചിട്ട് രണ്ടിനെ ഇനീഷ്യലൈസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഈ അറയിൽ വരാൻ സാധ്യതയില്ലാത്ത ഏറ്റവും ചെറിയൊരു വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കും. അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ലൂപ്പ് എഴുതണം? ഫസ്റ്റ് നമ്പർ മുതൽ ലാസ്റ്റ് നമ്പർ വരെ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്ത അതേപോലെ തന്നെ എഴുതുക. ഇഫ് എ ഓഫ് i ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്. ലാർജസ്റ്റ് ആണെങ്കിൽ, ലാർജസ്റ്റിനേക്കാളും വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ലാർജസ്റ്റിനെയാണ് അപ്ഡേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ ലാർജസ്റ്റിനെ മാത്രം അപ്ഡേറ്റ് ചെയ്ത പോലെ സെക്കൻഡ് ലാർജസ്റ്റിനെ കൂടെ അപ്ഡേറ്റ് ചെയ്യണം. സപ്പോസ് നമ്മുടെ കയ്യിൽ 2 വാല്യൂസ് ഉണ്ട്, 9ഉം 10ഉം. ഇത് സെക്കൻഡ് ലാർജസ്റ്റും ഇത് ലാർജസ്റ്റും ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇനി നമ്മൾ ഇങ്ങനെ ലൂപ്പിനകത്ത് പോകുന്ന സമയത്ത് നമ്മൾ 20 എന്നൊരു വാല്യൂ കിട്ടി. 20 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുമ്പോൾ ലാർജസ്റ്റിനേക്കാളും വലുതാണെന്ന് നോക്കി ആണെങ്കിൽ എന്താണ്? ഇനി മുതൽ ഇതാണ് ലാർജസ്റ്റ്. പക്ഷെ ഇത് ലാർജസ്റ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഈ 10 ആയിരിക്കില്ലേ? അപ്പൊ നമ്മള് എ ഓഫ് i ലാർജസ്റ്റിനേക്കാളും വലുതായി കിട്ടിയ ലാർജസ്റ്റ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ പോരാ, സെക്കൻഡ് ലാർജസ്റ്റും കൂടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ? ലാർജസ്റ്റ് ഈക്വൽ ടു എ ഓഫ് i എന്ന് വെക്കുന്നതിന് മുന്നേ തന്നെ ഈ ലാർജസ്റ്റിൽ ഇപ്പുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 10 എടുത്തിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് വെക്കുക. അതിനുശേഷം ലാർജസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ എ ഓഫ് i ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് എന്ന് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഈക്വൽ ടു ഇപ്പോഴത്തെ ലാർജസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ലാർജസ്റ്റ് ഈക്വൽ ടു എ ഓഫ് i. ഇങ്ങനെയാണ്
ലാർജസ്റ്റിനെക്കാളും വലിയൊരു വാല്യൂ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ലാർജസ്റ്റിനെക്കാളും വലിയൊരു വാല്യൂ അല്ല വന്നേ, പക്ഷെ സെക്കൻഡ് ലാർജസ്റ്റിനെക്കാളും വലിയൊരു വാല്യൂ വന്നേ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ലാർജസ്റ്റിനെക്കാളും വലിയ വാല്യൂ അല്ല വന്നേ, എൽസ് ഇഫ് ദാറ്റ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ലാർജസ്റ്റ്. ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ലാർജസ്റ്റ് മാത്രമായാൽ പോരാ, ഇതിപ്പോ എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് വന്നു. ഇതിനകത്ത് വന്നില്ല എന്ന് പറഞ്ഞാൽ എ ഓഫ് ഐ ഈക്വൽ ടു ലാർജസ്റ്റ് ആയാലും ഈ എൽസിലേക്ക് വരും. അപ്പൊ ഈക്വൽ ടു ലാർജസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എൽസ് ഇഫ് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് എ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു ലാർജസ്റ്റ്. അതായത് നമ്മൾ ഒരു എ ഓഫ് ഐ എടുത്തു, അത് ലാർജസ്റ്റിനെക്കാളും വലുതാണെങ്കിൽ ലാർജസ്റ്റിനും സെക്കൻഡ് ലാർജസ്റ്റിനും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ലാർജസ്റ്റിനെക്കാളും വലുതല്ല, സെക്കൻഡ് ലാർജസ്റ്റിനെക്കാളും വലുതാണ്, ലാർജസ്റ്റിനെക്കാളും ചെറുതുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ എഴുതിയ കണ്ടീഷൻ. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് നോട്ട് ഈക്വൽ ടു ലാർജസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഈക്വൽ ടു എ ഓഫ് ഐ. അപ്പൊ ഇതാണ് നമ്മൾ പ്രോഗ്രാമിനകത്ത് എഴുതേണ്ടത്. അപ്പൊ പ്രോഗ്രാം ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് കാണിക്കാം. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ അറയുടെ സൈസ്, അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസായിട്ട് മാക്സ് സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിംബോളിക് കോൺസ്റ്റന്റ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അറേ സൈസ് 20 ആക്കി വെച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ മാക്സ് സൈസ് കൊടുക്കണമെന്നില്ല, ഇവിടെ എ ഓഫ് 20 നേരിട്ട് ഡിക്ലെയർ ചെയ്താലും മതി. ഇനി ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം വാല്യൂ പറഞ്ഞിരുന്നു. നമ്മൾ അതിൽ വെക്കാൻ സാധ്യതയില്ലാത്തൊരു വാല്യൂ വെക്കാം, അത് നേരെ ഇവിടെ കൊടുത്താലും മതി. ഞാൻ അതിന് പകരം ഇവിടെ ഒരു മിൻ വാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സിംബോളിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്ത്. അപ്പൊ ഇനി എന്തെങ്കിലും ഇതിനേക്കാളും ചെറിയൊരു വാല്യൂ വരണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മാത്രം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലാർജസ്റ്റിനും സെക്കൻഡ് ലാർജസ്റ്റിനും ഒരുപോലെ കയറി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ രണ്ട് സിംബോളിക് കോൺസ്റ്റന്റ് ഇട്ടിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് ലൂപ്പ് വേരിയബിൾ ആണ്, എ ആണ് നമ്മുടെ അറേ, എൻ ആയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും രണ്ടിനും മിൻ വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ആദ്യം തന്നെ സൈസ് ഓഫ് ദി അറേ എൻ റീഡ് ചെയ്തു, അറേയിലെ എൻ എലമെന്റ്സും റീഡ് ചെയ്തു. ഇനി ഇവിടെയാണ് നമ്മളിപ്പോ പറഞ്ഞ ലൂപ്പ്. 0 മുതൽ n വരെ പോണ ലൂപ്പ് എഴുതി. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റിലേക്ക് ഇപ്പോഴത്തെ ലാർജസ്റ്റിനെ വെച്ചു. അതിനുശേഷം ലാർജസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്ത് എ ഓഫ് ഐ വെച്ചു. ഇനി ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിനെ മാത്രം, ഇത് ലാർജസ്റ്റിനെക്കാളും വലുതല്ല എന്നാൽ സെക്കൻഡ് ലാർജസ്റ്റിനെക്കാളും വലുതാന്നുള്ള കേസ്. എൽസ് ഇഫ് എ ഓഫ് ഐ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് ലാർജസ്റ്റിന് ഈക്വൽ അല്ല, സെക്കൻഡ് ലാർജസ്റ്റിനെക്കാളും വലുതുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫോർ ലൂപ്പിൽ വന്നത്. ഞാൻ ഫോർ ലൂപ്പിന് അവിടെ കേളി ബ്രേസ് ഇട്ടിരുന്നില്ല, കാരണം ഫോർ ലൂപ്പിനകത്ത് ആകെ ഒരു ഇഫേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കേളി ബ്രേസ് ഇടാം. കേളി ബ്രേസ് ഇടുകയാണെങ്കിൽ ആ കേളി ബ്രേസ് ഇവിടെയാണ് ക്ലോസ് ചെയ്യാം. ഇനി ഇപ്പൊ നമ്മുടെ ലാർജസ്റ്റിനും സെക്കൻഡ് ലാർജസ്റ്റിനെയും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ലാർജസ്റ്റിന് ഒരു സംശയമില്ലാണ്ട് നമ്മൾ പ്രിന്റ് ചെയ്തു. സെക്കൻഡ് ലാർജസ്റ്റ് ചില സമയത്ത് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ അറയിലെ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണെന്നിരിക്കാം. എല്ലാം സെയിം എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഇവിടെ എഴുതിയ കണ്ടീഷൻ എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫസ്റ്റ് ടൈം മാത്രമേ ട്രൂ ആവുള്ളൂ. പിന്നെ എവിടെയും ഈ കണ്ടീഷൻ ട്രൂ ആവില്ല. അപ്പൊ എവിടെയാ വരിക? ഈ എൽസിൽ വരും. എൽസിൽ വരുന്ന സമയത്ത് എ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു ലാർജസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാ എ ഓഫ് ഐ ഈക്വൽ ടു ലാർജസ്റ്റ് ആവുന്ന കേസിൽ എന്താണ്? ഒരിക്കലും സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞ സാധനം അപ്ഡേറ്റ് ആവുകയില്ല. അപ്പൊ അപ്ഡേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് സെക്കൻഡ് ലാർജസ്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ. അപ്പൊ ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ ആയിട്ട് തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഈ അറയിലെ എല്ലാ എലമെന്റ്സും ഈക്വൽ ആണ്, സെയിം ആണ്. ആ ഈക്വൽ ആയ എലമെന്റ്സ് ആയതുകൊണ്ട് തന്നെ ലാർജസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ന് പറഞ്ഞു. ഒരൊറ്റ വാല്യൂ ഉള്ളതാണെന്ന് പറഞ്ഞു. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഇല്ല അറിയില്ല. അപ്പൊ ലാർജസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്തു. എന്നിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ നോക്കുകയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു മിൻവാൽ. നോട്ട് ഈക്വൽ ടു മിൻവാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിനെ ഒരു തവണയെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ നോ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്തു. ഇപ്പൊ രണ്ട് കേസിലാണ് ഇത് പ്രിന്റ് ചെയ്യുക. ഒന്നുകിൽ എല്ലാ എലമെന്റ്സും ഈക്വൽ ആണ്, അല്ലെങ്കിൽ നമ്മുടെ അറയിൽ ഒറ്റ എലമെന്റേ ഉള്ളൂ എന്നിരിക്കാം. ഒറ്റ എലമെന്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ലാർജസ്റ്റ് ആണെന്ന് കിട്ടി. ആ കേസിൽ നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും സെക്കൻഡ് ലാർജസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ആ കേസിലും നോ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യും. ഇത് അറേ എലമെന്റ്സ് ഈക്വൽ ആണെങ്കിലും ഒറ്റ എലമെന്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ